കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പം ഇനി നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിനെ തൊഴുത് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അതിനുശേഷം നമ്മൾ ആ കിഴക്കേ നടയിലൂടെ ഗോപുരവാതിൽ കടന്ന് നമുക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി എത്തിയിട്ട് വാതിൽപ്പടിയിൽ നിന്ന് നോക്കുകയാണ് നമ്മൾ. വാതിൽപ്പടിയിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. നെയ്വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് ഭഗവാന്റെ മുകളിലുള്ള ആ സ്വർണ്ണ ഗോപിയിലൊക്കെ തട്ടിയിട്ട്, സ്വർണ്ണ മാലയിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പ്രതിഫലിക്കുകയാണ് ആ പ്രകാശം. അങ്ങനെ നമ്മളെ മുന്നിലേക്ക് എത്തുകയാണ്. അങ്ങനെ കണ്ട് തൊഴുക. അങ്ങനെ നോക്കുമ്പോൾ ആ ഇടത് സൈഡിലെ മേൽപ്പത്തൂരിനെ ഒന്ന് നോക്കി തൊഴാം. അതേപോലെ വലതേ സൈഡിലെ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത വിഗ്രഹം ഒന്ന് നോക്കി തൊഴാം. അങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകൾ കാണാണ്ട്, രണ്ട് കാൽത്തളകളും രണ്ട് കാലുകൾ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി ഇങ്ങനെ കാണാണ്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. നല്ല വലിയ അരമണിക്ക് ഇങ്ങനെയായിട്ടാണ് അങ്ങനെ ചാർത്തിയിട്ടുള്ളത്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഉത്തരിയൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അങ്ങനെ കഴുത്തിൽ നോക്കുമ്പോൾ 5 പതക്കം പോലത്തെ ഒരു മാല, അതായത് 5 ഗോപീതിലകം വെച്ച പോലത്തെ ഒരു മാല, പിന്നെ വേറെ നെക്ലസ് പോലത്തെ ഒരു മാല, ഒരു മാങ്ങാമാല, അങ്ങനെ ഉള്ള മാലകൾ കാണാണ്ട് സ്വർണത്തിൻ്റെ. പിന്നെ കൈവളകൾ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്. അപ്പോൾ വെണ്ണക്കണ്ണനായിട്ടാണ് ഇന്നത്തെ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ നിൽപ്പ്, ആ ഉണ്ണിക്കണ്ണൻ്റെ നിൽപ്പ്. അങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ തിരുമുടിമാലകൾ കാണാണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലി കളവം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ 2 തിരുമുടിമാലകൾ കാണാണ്ട്, അതേപോലെ 2 ഉണ്ടമാലകളുണ്ട്. താമരയും തുളസിയായിട്ടുള്ള ഒന്നും, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. വെളുത്ത പൂവിനാണ് കൂടുതൽ പ്രാധാന്യം. അങ്ങനെ കാണാം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്ന് നോക്കി കാണുന്ന, അതായത് ആ വെണ്ണക്കണ്ണനെ ഇങ്ങനെ നോക്കി കാണുകയാണ്. ആ വെണ്ണക്കണ്ണനെ നോക്കി കാണുന്നത് പോലെ മനസ്സിൽ അങ്ങനെ കാണുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്ന പോലെ ആയി, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ കണ്ട് തൊഴുതതിന് ശേഷം നേരെ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ അഗ്നികോണ് നോക്കിയിട്ടൊന്ന് തൊഴാം. ആ ബലി തൂവുന്ന കല്ല് നോക്കിയിട്ടേ തൊഴാം. അതിന് ശേഷം നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. ഭഗവാന് നേദ്യം തയ്യാറാക്കുന്നതും അതേപോലെ ഗണപതി ഹോമം നടത്തുന്നതായ തിടപ്പള്ളി നോക്കി തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആലിലകൃഷ്ണനെ കാണാം. അപ്പോൾ ആലിലകൃഷ്ണനെയും കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് വരുമ്പോൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതിന് ശേഷം വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് തൊഴാം. ഇന്ന് വിഘ്നേശ്വരൻ്റെ അവിടെ എന്താ വെച്ചാൽ ഒരു 5, 6, 7ഓളം പൊട്ടുകളാണ്, വലിയ പൊട്ടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നിറയെ ചന്ദനം കൊണ്ടും കളഭം കൊണ്ടും അലങ്കാരമായിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം, നിറയെ പൂക്കളുമുണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ നമ്മൾ കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അതിനുശേഷം സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സരസ്വതി ദേവീനെ കണ്ടു തൊഴുതാം. അതുമായി അപ്പോൾ നോക്കുമ്പോൾ 2 മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയും കൂടി ആയിട്ടുള്ള മാലകൾ. അതിനുശേഷം നേരെ നമ്മൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. ഒന്ന് തലോടിയിട്ട് പോരാം. അതിനുശേഷം മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ
കൊത്തിവെച്ചത് ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് വീണ്ടും മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അവിടെ വന്നാൽ മേൽശാന്തിയെ കാണാം. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. പിന്നീട് വാമനാവതാരമൊക്കെ കണ്ട് ആ ഗജേന്ദ്രമോക്ഷവും ആ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ അധികം പൂക്കളൊന്നുമില്ല, എന്നാൽ കുറച്ചുണ്ടേനി. അതായത് ബ്രഹ്മാവിൻ്റെ മുകളിലും പിന്നെ പത്മനാഭസ്വാമി കിടക്കുന്നതിൻ്റെ അവിടെയും കുറച്ച് പൂക്കൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴാം. അതിനുശേഷം പുറത്ത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. കണ്ട് കണ്ണൻ്റെ അടുത്ത് വന്ന് തൊഴാം, മുരുകൻ്റെ അടുത്ത് വന്ന് തൊഴാം, ആഞ്ജനേയൻ്റെ അടുത്ത് വന്ന് തൊഴാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, മാലകളൊന്നും കാണാനില്ല ആഞ്ജനേയ ഭഗവാന്. അപ്പോൾ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാട്ടിങ്ങോട്ട് തിരിഞ്ഞ നമ്മുടെ താമരക്കണ്ണനെ കാണാം. അതേപോലെ കിഴക്കോട്ട് തിരിഞ്ഞ ഗ്രില്ലിൻ്റെ അവിടെ വന്നാൽ മണിക്കിണർ നോക്കി തൊഴാം, നൃത്താറ നോക്കി തൊഴാം. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയും ഒക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. ഭഗവതിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മളെ മക്കളെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഭഗവതി അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ ആ കാഴ്ച കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതിയെ കണ്ട് തൊഴുതു. അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു അനുഭവം കൂടിയായി. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, ആ വെണ്ണക്കണ്ണൻ, അങ്ങനെ കഴിക്കാൻ നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴാം. അവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴാം. അതിനുശേഷം നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. എന്നിട്ട് പ്രദക്ഷിണമായിട്ട് വന്ന പടിഞ്ഞാറ നടയിലെത്തിയ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ കുറച്ചിങ്ങോട്ട് പിന്നിലോട്ട് ഇറങ്ങിയ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ കണ്ട് തൊഴാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരും ഒക്കെ കണ്ട് തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.